ജില്ലാ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് അപ്പോളോ ഗോൾഡ്, കോഴിക്കോട്, തിരൂർ, മഞ്ചേരി, വടകര, കണ്ണൂർ. Malabar Gold and Diamonds. Celebrate the beauty of life. നമസ്കാരം. ജില്ലാ വാർത്തകൾ. ഏപ്രിൽ 22 ലോക ഭൗമദിനം. പോറ്റി വളർത്തിയ ഭൂമിയെ കൊല്ലാക്കൊല ചെയ്യുന്ന മനുഷ്യവർഗത്തിന് ഭൂമിയുടെ നന്മകളെ തിരിച്ചറിയാനും ഭൂമിക്കായി സമർപ്പിക്കാനും ഓർമ്മപ്പെടുത്തുന്ന ദിവസം. ഏക ജീവഗ്രഹമായ ഭൂമിയെ സംരക്ഷിക്കാമെന്ന പ്രതിജ്ഞ നിറവേറ്റാൻ ഓരോരുത്തർക്കും ഉണർന്ന് കൈകോർത്ത് പ്രവർത്തിക്കാം. ഇനി പ്രധാന വാർത്തകളിലേക്ക്. മുഖ്യമന്ത്രിയുടെ ജനസമ്പർക്ക പരിപാടി തട്ടിപ്പാണെന്ന് ബിജെപി സംസ്ഥാന ജനറൽ സെക്രട്ടറി കെ സുരേന്ദ്രൻ. കേരള ചരിത്രത്തിൽ ആദ്യമായാണ് എഫ്ഐആറിൽ പേരുള്ള മന്ത്രി തൽസ്ഥാനത്ത് തുടരുന്നതെന്ന് എളമരം കരീം എംഎൽഎ. മന്ത്രി കെ എം മാണി രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് LDF നേതൃത്വത്തിൽ കളക്ടറേറ്റ് ഉപരോധം. ലോക ഭൗമദിനം. വിവിധ സംഘടനകളുടെ ആഭിമുഖ്യത്തിൽ ഭൗമദിനാചരണം നടത്തി. വാർത്തകൾ വിശദമായി. മുഖ്യമന്ത്രിയുടെ ജനസമ്പർക്ക പരിപാടി തട്ടിപ്പാണെന്ന് ബിജെപി സംസ്ഥാന ജനറൽ സെക്രട്ടറി കെ സുരേന്ദ്രൻ. ജനസമ്പർക്ക പരിപാടിയിൽ വന്ന പരാതികൾ അതാത് വകുപ്പിൽ വെച്ച് ഉദ്യോഗസ്ഥർക്ക് തീർപ്പ് കൽപ്പിക്കാവുന്നതാണ്. രാഷ്ട്രീയപരമായി ജനങ്ങളെ കബളിപ്പിക്കാനാണ് ജനസമ്പർക്ക പരിപാടിയുമായി മുഖ്യമന്ത്രി രംഗത്ത് വന്നത്. ജനങ്ങൾക്ക് വിതരണം ചെയ്ത ധനസഹായത്തേക്കാൾ കൂടുതൽ ചെലവാണ് ജനസമ്പർക്ക പരിപാടിയിൽ ഉണ്ടായത്. മുഖ്യമന്ത്രി തട്ടിപ്പിന്റെ 3ാം ഘട്ടം അവസാനിപ്പിക്കണമെന്നും ജനസമ്പർക്ക പരിപാടിയിലെ വരവ് ചെലവ് കണക്ക് ഓഡിറ്റ് ചെയ്യണമെന്നും അദ്ദേഹം പറഞ്ഞു. ഇതൊക്കെ അതാത് ഡിപ്പാർട്ട്മെന്റുകൾക്ക് ചെയ്യാൻ കഴിയുന്നത് മാത്രമാണ്. നിലവിലെ ചട്ടങ്ങളും നിയമങ്ങളും മാനദണ്ഡങ്ങളും അനുസരിച്ച് 1957 മുതൽ ഇത്തരം പരാതികൾക്ക് പരിഹാരം കാണുന്നുണ്ട്. ഇവിടെ രാഷ്ട്രീയമായിട്ട് ജനങ്ങളെ കബളിപ്പിക്കുന്ന, പാവപ്പെട്ട ജനങ്ങളെ വിഡ്ഢികളാക്കുന്ന ജനസമ്പർക്ക പരിപാടിയുമായിട്ടാണ് മുഖ്യമന്ത്രി രംഗത്തിറങ്ങിയത്. ഇത് അങ്ങേയറ്റത്തെ വഞ്ചനയാണ്, നെറികേടാണ്. ഇത് ജനങ്ങളോട് ചെയ്ത് ജനങ്ങളുടെ പണമാണ് ഇതിന് കൊള്ളയടിച്ചിരിക്കുന്നത്. അതുകൊണ്ട് ദയവായിട്ട് കേരള മുഖ്യമന്ത്രി ഈ തട്ടിപ്പിന്റെ 3ാം ഘട്ടം അടിയന്തരമായി അവസാനിപ്പിക്കണം എന്ന് ബിജെപി ആവശ്യപ്പെടുകയാണ്. അല്ലെങ്കിൽ ബിജെപി നിയമപരമായി നേരിടുമെന്നും സുരേന്ദ്രൻ കോഴിക്കോട്ട് വ്യക്തമാക്കി. കേരള ചരിത്രത്തിൽ ആദ്യമായാണ് എഫ്ഐആറിൽ പേരുള്ള മന്ത്രി തൽസ്ഥാനത്ത് തുടരുന്നതെന്നും KPCC പ്രസിഡന്റ് VM സുധീരന് ആദർശത്തിന്റെ കണിക പോലുമുണ്ടെങ്കിൽ ഈ അവസരത്തിൽ രാജിവെച്ച് ഒഴിയുകയാണ് വേണ്ടതെന്നും CPM കേന്ദ്ര കമ്മിറ്റി അംഗം എളമരം കരീം MLA. അഴിമതി വീരൻ ധനകാര്യ മന്ത്രി മാണി രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് കോഴിക്കോട് കളക്ടറേറ്റ് ഉപരോധം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ബാർ അഴിമതി കേസിൽ വിജിലൻസ് FIR രജിസ്റ്റർ ചെയ്ത് KM മാണിയുടെ പേര് കേസിൽ ചേർത്ത പശ്ചാത്തലത്തിലാണ് ഇടക്കാലത്ത് മന്ദഗതിയിലായിരുന്ന ബാർ കോഴയ്ക്കെതിരായ സമരം വീണ്ടും ശക്തമാവുന്നത്. ബാർ കോഴ കൈപ്പറ്റിയെന്ന കേസിൽ അനുദിനം പുതിയ തെളിവുകളും കുരുക്കുകളും ധനമന്ത്രി KM മാണിയെ ഇപ്പോൾ വരിഞ്ഞു മുറുക്കിക്കൊണ്ടിരിക്കുകയാണെന്ന് ഉപരോധ സമരത്തിൽ പങ്കെടുത്ത് സംസാരിച്ച നേതാക്കൾ പറഞ്ഞു. കേരളത്തിൽ FIRൽ പേര് വന്നു എന്ന കാരണത്താൽ മാത്യു ജോർജ് MLAയെ പോലീസ് അറസ്റ്റ് ചെയ്തപ്പോൾ KM മാണിയെയും അബ്ദുള്ളക്കുട്ടിയെയും അറസ്റ്റ് ചെയ്യാത്ത നടപടി ഇരട്ടത്താപ്പാണെന്നും കളക്ടറേറ്റ് ഉപരോധം ഉദ്ഘാടനം ചെയ്ത CPM കേന്ദ്ര കമ്മിറ്റി അംഗം എളമരം കരീം പറഞ്ഞു. ഇവിടെ മാണിക്കൊരു നീതി, പ്രതിപക്ഷത്തിന് മറ്റൊരു നീതി. ഇതെന്ത് ന്യായമാണ്? ഞങ്ങൾ ചോദിക്കുന്നതാ. ഇത് അനിതര സാധാരണമായ സാഹചര്യമാണ്. ഇന്നേ വരെ ഒരു മന്ത്രിയും FIRൽ പ്രതിയായി അസംബ്ലിയിൽ ഇരുന്നിട്ടില്ല. അതും തന്റെ വകുപ്പിൽ മന്ത്രിസ്ഥാനത്തിരുന്നുകൊണ്ട് നടന്ന ഒരു പ്രവർത്തനത്തിന്റെ പേരിലുള്ള ആരോപണമാണ്. സംസ്ഥാനത്തെ 14 കേന്ദ്രങ്ങളിലും നിയമസഭയ്ക്ക് മുന്നിലും LDFന്റെ നേതൃത്വത്തിൽ ഉപരോധം നടന്നു. പുലർച്ചെ തന്നെ സ്ത്രീകളടക്കമുള്ള പ്രവർത്തകർ കളക്ടറേറ്റ് പടിക്കലേക്ക് ഒഴുകിയെത്തുകയായിരുന്നു. ഇതിനിടെ കേരള കോൺഗ്രസ് ബിയുടെ നേതൃത്വത്തിൽ സമരത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് സമരപന്തലിലേക്ക് പ്രവർത്തകർ ജാഥയായി എത്തി. ജില്ലാ പ്രസിഡന്റ് PV നവീന്ദ്രൻ, ജില്ലാ ജനറൽ സെക്രട്ടറി ലത്തീഫ് കുറുങ്ങോട്ട് എന്നിവർ നേതൃത്വം നൽകി.
കേരള കോൺഗ്രസിന്റെ അഭിവാദ്യങ്ങൾ അഴിമതി വിരുദ്ധ പോരാട്ടത്തിൽ നിങ്ങൾക്കൊപ്പം ഞങ്ങളുമുണ്ട് ജയ് ജയ് കേരള കോൺഗ്രസ് നിങ്ങൾക്കൊപ്പം ഞങ്ങളുമുണ്ട്. ഉപരോധ സമര പന്തലിൽ നടന്ന പൊതുസമ്മേളനത്തിൽ CPI ജില്ലാ സെക്രട്ടറി TV ബാലൻ അധ്യക്ഷനായി. മുക്കം മുഹമ്മദ് സ്വാഗതം പറഞ്ഞു. MLA-മാരായ AK ശശീന്ദ്രൻ, CK നാണു, A പ്രദീപ് കുമാർ, KK ലതിക, EK വിജയൻ, മേയർ AK പ്രേമജം, CPI ദേശീയ കൌൺസിൽ അംഗം സത്യൻ മുഗേരി, P സതീദേവി, CPM ജില്ലാ സെക്രട്ടറി P മോഹനൻ, കുഞ്ഞഹമ്മദ് മാസ്റ്റർ, പ്രേംനാഥ്, K ലോഹ്യ തുടങ്ങിയവർ സംബന്ധിച്ചു. ഔട്ട്ഡോർ അഡ്വർടൈസേഴ്സ് അസോസിയേഷൻ ഓഫ് കേരള ഓക്കിന്റെ 2ാം വാർഷിക സമ്മേളനം ടൗൺ ഹാളിൽ നടന്നു. AUTC ജില്ലാ ജനറൽ സെക്രട്ടറി KG പങ്കജാക്ഷൻ ഉദ്ഘാടനം ചെയ്തു. സമ്മേളനത്തോടനുബന്ധിച്ചുള്ള നാച്ചുർ ചിത്ര പ്രദർശനം അക്കാദമി ആർട്ട് ഗാലറിയിൽ ആരംഭിച്ചു. പരസ്യകലാരംഗത്ത് പ്രവർത്തിക്കുന്നവരുടെ കൂട്ടായ്മയായ ഔട്ട്ഡോർ അഡ്വർടൈസേഴ്സ് അസോസിയേഷൻ ഓഫ് കേരളയുടെ 2ാം വാർഷിക സമ്മേളനം കോഴിക്കോട് ടൗൺ ഹാളിൽ നടന്നു. സ്വാഗത സംഘം ചെയർമാൻ അഡ്വക്കേറ്റ് P ഗവാസ് അധ്യക്ഷനായ പരിപാടി AUTC ജില്ലാ ജനറൽ സെക്രട്ടറി KG പങ്കജാക്ഷൻ ഉദ്ഘാടനം ചെയ്തു. പ്രക്ഷോഭ സമരങ്ങൾ നടത്തിയതിന്റെ ഫലമായിട്ടാണ് ആർട്ടിസ്റ്റുകൾക്കുള്ള ക്ഷേമനിധി ബോർഡ് വന്നത്. 60 വയസ്സ് കഴിഞ്ഞാൽ ആ ക്ഷേമനിധിയിൽ അംഗങ്ങളായിട്ടുള്ളവർക്ക് പെൻഷൻ ലഭിക്കുന്നുണ്ട്, മറ്റ് സൗകര്യങ്ങളുണ്ട്, അവരുടെ കുട്ടികൾക്കുള്ള വിദ്യാഭ്യാസ സഹായങ്ങളുണ്ട്, ഭവന നിർമ്മാണ വായ്പ പോലും ക്ഷേമനിധിയിൽ നിന്ന് കിട്ടുന്നുണ്ട്. അതൊന്നും ലഭിക്കാത്ത അവഗണിക്കപ്പെട്ട ഒരു വിഭാഗമായിട്ട് നിങ്ങൾ മാറിയത് യഥാർത്ഥത്തിൽ നിങ്ങൾ എന്ന് പറയുന്ന ഒരു വിഭാഗം നമ്മുടെ നാട്ടിലുണ്ട് എന്ന് ബോധ്യപ്പെടുത്താൻ നമുക്ക് സാധിക്കാതെ പോയതാണ്. ഓക്ക് സെക്രട്ടറി ദിനേശ് കെട്ടി റിപ്പോർട്ട് അവതരിപ്പിച്ചു. ബജസ് പ്രസിഡന്റ് KK പ്രേമൻ, സൈൻ പ്രിന്റിംഗ് ഇൻഡസ്ട്രീസ് അസോസിയേഷൻ പ്രതിനിധി ഷാജിദ് MP, കബീർദാസ്, മുരളി ബേപ്പൂർ, അബ്ദുൽ നാസർ KP എന്നിവർ സംബന്ധിച്ചു. പരിപാടിയിൽ മാലിന്യ സംസ്കരണവും പരിസര കൃഷിയും എന്ന വിഷയത്തിൽ നിറവ് കോർഡിനേറ്റർ ബാബു പറമ്പത്ത് ക്ലാസ് എടുത്തു. 2ാം വാർഷികത്തോടനുബന്ധിച്ച് ഓക്ക് കുടുംബാംഗങ്ങളുടെ ചിത്ര പ്രദർശനം ആർട്ട് ഗാലറിയിൽ ഒരുക്കുന്നുണ്ട്. സംഗീതാചാര്യൻ മലബാർ സുകുമാരൻ ഭാഗവതരുടെ 14ാം ചരമവാർഷിക ദിനത്തിൽ ഗുരുസ്മരണ നടത്തി. ഈസ്റ്റ് ഹിൽ രാധാ സ്കൂൾ ഓഫ് മ്യൂസിക്കിന്റെ ആഭിമുഖ്യത്തിലാണ് അനുസ്മരണം നടന്നത്. ദീപം തെളിയിക്കലും പുഷ്പാർച്ചനയും പൂക്കാട് കലാലയം പ്രിൻസിപ്പൽ ശിവദാസ് ചേമഞ്ചേരി നിർവഹിച്ചു. സംഗീതാചാര്യൻ മലബാർ സുകുമാരൻ ഭാഗവതരുടെ 14ാം ചരമവാർഷിക ദിനത്തോടനുബന്ധിച്ച് രാധാസ് സ്കൂൾ ഓഫ് മ്യൂസിക്സിന്റെ ആഭിമുഖ്യത്തിൽ ഗുരുസ്മരണ പരിപാടി സംഘടിപ്പിച്ചു. മലബാർ സുകുമാരൻ ഭാഗവതരെ അനുസ്മരിക്കുന്നതോടൊപ്പം കർണാടക സംഗീതത്തിലെ പ്രഗത്ഭരായ സംഗീതജ്ഞരെ പരിചയപ്പെടാനും സംഗീതവുമായി ബന്ധപ്പെട്ട ഗൌരവതരമായ ചർച്ചകൾക്കും അവസരമൊരുക്കി. സുരേഷ് ബാബു അധ്യക്ഷം വഹിച്ച പരിപാടിയിൽ പൂക്കാട് കലാലയം പ്രിൻസിപ്പൽ ശിവദാസ് ചേമഞ്ചേരി ദീപം തെളിയിച്ചു. അദ്ദേഹം ഇവിടെ നമുക്ക് നൽകിയിട്ടുള്ള ആ സംഗീത പാരമ്പര്യം അദ്ദേഹത്തിന്റെ ശിഷ്യന്മാരും പാടി കേൾക്കുമ്പോൾ അദ്ദേഹം നമ്മളെ വിട്ടുപിരിഞ്ഞു പോകാതെ. തുടർന്ന് ചടങ്ങിൽ ശിവദാസ് ചേമഞ്ചേരി ആദരിച്ചു. കവി PK ഗോപി മുഖ്യപ്രഭാഷണം നടത്തി. നന്ദകുമാർ, പ്രതാപ് കോഴിക്കോട് എന്നിവർ സംസാരിച്ചു. തുടർന്ന് രാധാസ് സ്കൂൾ ഓഫ് മ്യൂസിക് വിദ്യാർത്ഥികളുടെ സമൂഹ കീർത്തനാലാപനം, സംഗീത കച്ചേരി എന്നിവ നടന്നു. സ്നേഹജ പ്രവീൺ ബാംഗ്ലൂരിന്റെ ദാസർ കൃതികൾ ഭജൻസും ഉണ്ടായിരുന്നു. വിവിധ സംഘടനകളുടെ ആഭിമുഖ്യത്തിൽ ഭൌമ ദിനാചരണം നടത്തി. പരിസ്ഥിതി സംരക്ഷണ സമിതി മാനാഞ്ചിറ സ്ക്വയറിന് സമീപം പോസ്റ്റർ പ്രദർശനം നടത്തി. മേഖലാ ശാസ്ത്ര കേന്ദ്രത്തിൽ OISKയുടെ നേതൃത്വത്തിൽ സെമിനാർ നടന്നു. ഭൌമ ദിനാചരണത്തിന്റെ ഭാഗമായി മറ്റു പരിപാടികളും ജില്ലയിൽ ഉടനീളം സംഘടിപ്പിച്ചു. OISK ഇന്റർനാഷണലിന്റെയും മേഖലാ ശാസ്ത്ര കേന്ദ്രത്തിന്റെയും സംയുക്ത ആഭിമുഖ്യത്തിലാണ് ലോക ഭൌമ ദിനാചരണ പരിപാടികൾ സംഘടിപ്പിച്ചത്. രാവിലെ നടന്ന ചടങ്ങിൽ മേഖലാ ശാസ്ത്ര കേന്ദ്രം കോർഡിനേറ്റർ VS രാമചന്ദ്രൻ വൃക്ഷത്തൈ നട്ടുകൊണ്ടാണ് ആഘോഷ പരിപാടികൾക്ക് തുടക്കമിട്ടത്. തുടർന്ന് വിദ്യാർത്ഥികൾക്കു വേണ്ടി ബോധവൽക്കരണ ക്ലാസും നടത്തി. സുവോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയിലെ സയന്റിസ്റ്റ് എമിലിയമ്മ ക്ലാസിന് നേതൃത്വം നൽകി. ചടങ്ങിൽ മേഖലാ ശാസ്ത്ര കേന്ദ്രം കോർഡിനേറ്റർ VS രാമചന്ദ്രൻ, OISK ഇന്റർനാഷണൽ ഭാരവാഹി ഡോക്ടർ അരവിന്ദ് ബാബു, PK നളിനാക്ഷൻ തുടങ്ങിയവർ സംബന്ധിച്ചു. ഭൂമിയുടെ സംരക്ഷണമാണ് ഭൌമ ദിനാചരണത്തിന്റെ ലക്ഷ്യം. ജനങ്ങളെ പരിസ്ഥിതിയെക്കുറിച്ച് അവബോധം വളർത്തുക എന്ന ലക്ഷ്യത്തോടെ 1970 മുതലാണ് ഭൌമദിനം ആചരിച്ചു വരുന്നത്.
ഭൌമദിനാചരണത്തിന്റെ ഭാഗമായി പരിസ്ഥിതി സംരക്ഷണ സമിതിയുടെ ആഭിമുഖ്യത്തിലും ബോധവൽക്കരണ പോസ്റ്റർ പ്രദർശനം ഒരുക്കി. പരിസ്ഥിതി സംരക്ഷണം, വായു, വെള്ളം തുടങ്ങിയവ മലിനമാക്കുന്നതിനെതിരായുള്ള ബോധവൽക്കരണത്തിന്റെ ഭാഗമായാണ് പോസ്റ്റർ പ്രദർശനം. ചെയർമാൻ എ ശ്രീവത്സനാണ് ഉദ്ഘാടനം ചെയ്തത്. സെക്രട്ടറി CPG രാജഗോപാൽ, ട്രഷറർ KV ഗോപികൃഷ്ണൻ, CV രാധാകൃഷ്ണൻ, C ആയിഷ തുടങ്ങിയവർ ഉദ്ഘാടന ചടങ്ങിൽ സംബന്ധിച്ചു. മനുഷ്യന്റെ ഇടപെടൽ മൂലം ഭൂമിയിലുണ്ടാവുന്ന ആഗോളതാപനം, കാലാവസ്ഥാ വ്യതിയാനങ്ങൾ തുടങ്ങിയ പ്രശ്നങ്ങളെക്കുറിച്ച് ആഗോളതലത്തിൽ അവബോധം വളർത്തുക, ഭൂമിശാസ്ത്ര ഗവേഷണം പ്രോത്സാഹിപ്പിക്കുക, പുതിയ പ്രകൃതി വിഭവങ്ങൾ കണ്ടെത്തുക, ഭൂമിശാസ്ത്രത്തിലെ ചികിത്സാ സാധ്യതകൾ കണ്ടെത്തുക, സമുദ്രങ്ങളെക്കുറിച്ച് കൂടുതൽ പഠിക്കുക എന്നിവയാണ് ഭൌമദിനാചരണത്തിന്റെ ലക്ഷ്യങ്ങൾ. വാർത്തകൾ ഇടവേളയ്ക്ക് ശേഷം. For you, forever. Apollo Gold, Kozhikode, Tirur, Manjeri, Vadagara, Kannur. രോഗം വന്നിട്ട് ചികിത്സിക്കുന്നതിലും നല്ലതല്ലേ രോഗം വരാതെ നോക്കുന്നത്? ഓർഗാനിക് ഫാമിൽ നിന്ന് ശേഖരിക്കുന്ന നെല്ലിക്കയാൽ തയ്യാർ ചെയ്യപ്പെടുന്ന നിവി ആംല ജ്യൂസ് ആഹാരത്തിന്റെ ഭാഗമാക്കൂ, ആരോഗ്യം സംരക്ഷിക്കൂ. നിവി ആംല ജ്യൂസ്. നിവി ആംല ജ്യൂസ്, മെനി ബെനിഫിറ്റ്സ് ഇൻ വൺ ഫ്രൂട്ട്. ലോകത്തിന്റെ ഏത് കോണിലും നമ്മൾ ഇന്ത്യക്കാരുണ്ടാകും. നമ്മുടെ വേറിട്ട സംസ്കാരങ്ങളുണ്ടാകും. ആ സംസ്കാരത്തിന് പ്രൗഢിയേകുവാൻ പട്ടിലെ സൃഷ്ടികളുണ്ടാകും. സ്വന്തം തറികളിൽ കല്യാൺ സിൽക്സ് നെയ്തൊരുക്കുന്ന മംഗല്യപ്പട്ട് 1 നൂറ്റാണ്ടിലേറെയായി ഇന്ത്യയുടെ അഭിമാനമാണ്. കല്യാൺ സിൽക്സ്, ഇതിലും നല്ല പട്ട് സ്വപ്നങ്ങളിൽ മാത്രം. 21 ഷോറൂമുകൾ, അതിവേഗം വളർന്നുകൊണ്ടിരിക്കുന്ന ഷോറൂം ശൃംഖല. ആർട്ടിസ്ട്രി ബ്രാൻഡഡ് ജ്വല്ലറി ഷോ. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ കോഴിക്കോട് രാംമോഹൻ റോഡിലുള്ള ഷോറൂമിൽ ഏപ്രിൽ 4 മുതൽ 14 വരെ അപൂർവ രത്നാഭരണങ്ങളുടെ പ്രദർശനവും വിൽപ്പനയും. വിദഗ്ധ കലാകാരന്മാർ തീർത്ത ഉത്കൃഷ്ട ആഭരണങ്ങളുടെ വിശേഷ ശ്രേണി. Malabar Gold and Diamonds. Celebrate the beauty of life. വാർത്തകൾ തുടരുന്നു. സേവക് പുതിയറയുടെ 35ാം വാർഷിക ആഘോഷത്തിന്റെ ഭാഗമായി ഫോട്ടോ പ്രദർശനം ആരംഭിച്ചു. മുൻ മന്ത്രി A. സുജനപാലിന്റെ ഭാര്യ ജയശ്രീ സുജനപാൽ പ്രദർശനം ഉദ്ഘാടനം ചെയ്തു. കോഴിക്കോടിന്റെ സാംസ്കാരിക അടയാളങ്ങളുടെയും സേവകിന്റെ വളർച്ചയുടെയും ചിത്രങ്ങളാണ് പ്രദർശനത്തിലുള്ളത്. ബോബി എടക്കുളത്തിന്റെ ദേശം കഥ പറയുന്നു എന്ന പ്രദർശനത്തിൽ 75ഓളം ഫോട്ടോകൾ ഉണ്ട്. ചെറിയ കൂട്ടായ്മയായി ആരംഭിച്ച് അനേകരുടെ മനസ്സിൽ മായാതെ പതിഞ്ഞ സേവക് പുതിയറയുടെ 35ാം വാർഷിക ആഘോഷത്തിന്റെ ഭാഗമായാണ് ബോബി എടക്കളത്തിന്റെ ദേശം കഥ പറയുന്നു എന്ന ക്യാമറ കാഴ്ചകളുടെ പ്രദർശനം SK സാംസ്കാരിക നിലയത്തിൽ ആരംഭിച്ചത്. സഞ്ചാര സാഹിത്യകാരൻ SK പൊറ്റക്കാടിന്റെ വീട്, ബ്രിട്ടീഷ് പോർ വിമാനം, നാറ്റ അജിത്, പുരാതനമായ CSI ദേവാലയം, പറയഞ്ചേരി ഗേൾസ് സ്കൂൾ, കല്ലായിപ്പുഴ ദേശപോഷണി വായനശാല, 2010 പുണ്യവൃക്ഷമായി ആദരിച്ച കുതിരവട്ടത്തെ താന്നിമരം തുടങ്ങി 75ഓളം ഫോട്ടോകളാണ് പ്രദർശനത്തിലുള്ളത്. കൂടാതെ സേവക് പുതിയറയുടെ വളർച്ചയുടെ വിവിധ ഘട്ടങ്ങളിൽ സംഘടിപ്പിച്ച പരിപാടികളുടെ മുഹൂർത്തങ്ങളുടെ ചിത്രങ്ങളുമുണ്ട്. മുൻ മന്ത്രിയും SK സാംസ്കാരിക കേന്ദ്രത്തിന്റെ മുഖ്യ പ്രവർത്തകനുമായിരുന്ന സുജനപാലിന്റെ ഫോട്ടോകളും പ്രദർശനത്തിലുണ്ട്. സുജനപാലിന്റെ ഭാര്യ ജയശ്രീ സുജനപാൽ പ്രദർശനം ഉദ്ഘാടനം ചെയ്തു. കോൺട്രസ്റ്റ് ഓട്ട് ഫാക്ടറി, കുതിരവട്ടം പപ്പുവിന്റെ സ്മരണകൾ ഉറങ്ങുന്ന അദ്ദേഹത്തിന്റെ വീടിന്റെ ചിത്രങ്ങളും കോഴിക്കോട്ടെ ആദ്യ വിദ്യാലയമായ കുതിരവട്ടം ഗണപതി സ്കൂളിന്റെ ചിത്രങ്ങളും പ്രദർശനത്തെ മികവുറ്റതാക്കുന്നുണ്ട്. ചടങ്ങിൽ K. പത്മകുമാർ, K. ഭാസ്കരൻ നായർ, TV രാമചന്ദ്രൻ, N. കനകരാജൻ തുടങ്ങിയവർ സംബന്ധിച്ചു. ചതുരാത്മയുടെ ആഭിമുഖ്യത്തിൽ 4 കലാകാരന്മാരുടെ പെയിന്റിംഗ് പ്രദർശനം ആർട്ട് ഗാലറിയിൽ ആരംഭിച്ചു. അക്രിലിക്, ഓയിൽ എന്നീ മാധ്യമങ്ങളിൽ രചിച്ച 18 ചിത്രങ്ങളാണ് പ്രദർശനത്തിലുള്ളത്. പ്രദർശനം 26-ന് സമാപിക്കും. ചതുരാത്മയുടെ 4ാമത്തെ പ്രദർശനമാണ് കോഴിക്കോട്ട് നടക്കുന്നത്. ചതുരാത്മയുടെ ആഭിമുഖ്യത്തിൽ ചിത്രകാരന്മാരായ CK വിശ്വനാഥൻ, തന്ത്രി ദിലീപൻ, CP പ്രസന്നൻ, അനിൽ VC എന്നിവരുടെ പെയിന്റിംഗുകളുടെ പ്രദർശനമാണ് കേരള ലളിതകലാ അക്കാദമിയുടെ കോഴിക്കോട് ആർട്ട് ഗാലറിയിൽ ആരംഭിച്ചിരിക്കുന്നത്. അക്രലിക്, ഓയിൽ എന്നീ മാധ്യമങ്ങളിൽ രചിച്ച 18 ചിത്രങ്ങളാണ് പ്രദർശനത്തിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത്. കോഴിക്കോടിന്റെ സാംസ്കാരിക പൈതൃകത്തിന് മുൻപിൽ വരപുഷ്പാഞ്ജലി എന്ന നിലയിലാണ് ഈ ചിത്ര പ്രദർശനം അവതരിപ്പിക്കുന്നത്. അത് അർത്ഥപൂർണമാക്കും വിധത്തിലാണ് ഉദ്ഘാടന ചടങ്ങ് വിഭാവനം ചെയ്തത്.
വൈക്കം മുഹമ്മദ് ബഷീറിന്റെ മകൻ ആനിസ് ബഷീർ, SK പൊറ്റക്കാടിന്റെ മകൾ സുമിത്ര, ഉറൂബിന്റെ മകൻ ഇ സുധാകരൻ, MS ബാബുരാജിന്റെ മകൻ ജബ്ബാർ, തിക്കോടിയുടെ മകൾ പുഷ്പ, KA കൊടുങ്ങല്ലൂരിന്റെ മകൾ സെബുന്നിസ, നിലമ്പൂർ ബാലന്റെ മകൻ സന്തോഷ് എന്നിവർ 7 പേരും ക്യാൻവാസിൽ 7 നിറങ്ങൾ ചാലിച്ചുകൊണ്ട് ചിത്രങ്ങൾ പൂർത്തിയാക്കിയാണ് ഉദ്ഘാടനം നിർവഹിച്ചത്. ഭാവനയിലെ മലബാർ എന്നതാണ് K വിശ്വനാഥൻ അവതരിപ്പിക്കുന്ന ചിത്രങ്ങൾ. കോഴിക്കോടിന്റെ സംഗീതം മുതൽ ബേപ്പൂരിലെ ഒരു നിർമ്മാണ വൈദഗ്ധ്യം വരെ കേട്ടറിവ് വെച്ച് ഈ ചിത്രകാരൻ ഭാവനയിൽ കാണുന്നതാണ് ചിത്രങ്ങൾക്ക് ആധാരം. പ്രകാശപൂർണമായ ഒരു സാമൂഹിക അവസ്ഥയിലേക്കുള്ള സ്ത്രീ സമൂഹത്തിന്റെ പ്രയാണമാണ് തന്ത്രി ദിലീപൻ അനാവരണം ചെയ്യാൻ ശ്രമിക്കുന്നത്. CP പ്രസന്റിന്റെ എപ്പിക് സീരീസ് മഹാകാവ്യങ്ങളിൽ നിന്നുള്ള ചില മുഹൂർത്തങ്ങളാണ്. നിറങ്ങളുടെ സങ്കലനമാണ് ചിത്രങ്ങളുടെ പ്രത്യേകത. പരമ്പരാഗത ചുവർ ചിത്രങ്ങളുടെ ഘടനയിൽ അടിയുറച്ചു നിന്നുകൊണ്ട് തന്നെ ആധുനിക കാലഘട്ടത്തിനനുസരിച്ചുള്ള ദൃശ്യാവിഷ്കാരമാണ് അനിൽ സിവിയുടെ രചനാശൈലി. ചതുരാത്മ മധ്യ തിരുവിതാംകൂറിലെ ചിത്രകാരന്മാരുടെ ഒരു കൂട്ടായ്മയാണ്. ഈ കൂട്ടായ്മയിലെ 4 പേരാണ് ഇപ്രാവശ്യം കോഴിക്കോട്ടെത്തിയത്. ലളിതകലാ അക്കാദമി, ആലപ്പുഴ ആർട്ട് ഗാലറി, കൊച്ചി ദർബാർ ഹാൾ, തിരുവനന്തപുരം KCS പണിക്കർ ഗാലറി എന്നിവിടങ്ങളിലെ പ്രദർശനങ്ങൾക്ക് ശേഷമാണ് 4ാമത്തെ എഡിഷനായി ഇവിടെ പ്രദർശനം ഒരുക്കിയത്. 26-ന് പ്രദർശനം സമാപിക്കും. സ്പോർട്സ് കൌൺസിലിലേക്കുള്ള തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കരുത് എന്നാവശ്യപ്പെട്ട് പ്രതിഷേധ കൂട്ടായ്മ നടത്തി. കായിക സംഘടനാ പ്രതിനിധികളും കായിക താരങ്ങളും പങ്കെടുത്ത കൂട്ടായ്മ സ്പോർട്സ് കൌൺസിൽ ഭാരവാഹികളെ നാമനിർദ്ദേശം ചെയ്യാനുള്ള തീരുമാനം പിൻവലിക്കണമെന്നും ആവശ്യപ്പെട്ടു. പ്രതിഷേധ കൂട്ടായ്മ A. പ്രദീപ് കുമാർ MLA ഉദ്ഘാടനം ചെയ്തു. കേരളത്തിലെ സ്പോർട്സ് കൌൺസിലുകളെ പൂർണ്ണമായും രാഷ്ട്രീയവൽക്കരിക്കുന്ന നിർദ്ദിഷ്ട സ്പോർട്സ് ഓർഡിനൻസ് റദ്ദു ചെയ്യണമെന്ന് സ്പോർട്സ് കൌൺസിൽ ആളിച്ചേർന്ന കായിക പ്രേമികളുടെ കൂട്ടായ്മ ആവശ്യപ്പെട്ടു. സംസ്ഥാന ജില്ലാ സ്പോർട്സ് കൌൺസിലുകളെ രാഷ്ട്രീയക്കാർക്ക് അടിയറ വയ്ക്കും വിധം അണിയറയിൽ തയ്യാറാക്കിയ സ്പോർട്സ് ബിൽ 2014 കേരളത്തിൽ നടപ്പിലാക്കാൻ അനുവദിക്കില്ലെന്ന് പ്രഖ്യാപിച്ച കൂട്ടായ്മ A. പ്രദീപ് കുമാർ MLA ഉദ്ഘാടനം ചെയ്തു. ജൂലൈ നടക്കാനിരിക്കുന്ന അടുത്ത നിയമസഭാ സമ്മേളനത്തിന് മുൻപ് ഭേദഗതികൾ ഓർഡിനൻസിലൂടെ കൊണ്ടുവരാനാണ് നീക്കം. പിന്നീട് നിയമസഭയിൽ വോട്ടിനിട്ട് നിയമമാക്കുന്നതോടെ കായിക മേഖലയെ അതുമായി പുലബന്ധം പോലുമില്ലാത്ത രാഷ്ട്രീയക്കാർക്ക് അടിയറ വെക്കേണ്ടി വരും. മാറിവരുന്ന സർക്കാരുകൾ ഈ രീതി അവലംബിക്കാൻ ശ്രമിച്ചാൽ അതും കായിക മേഖലയ്ക്ക് ഗുണകരമാവില്ല. കായിക മന്ത്രിയെ മുന്നിൽ നിർത്തി സംസ്ഥാന സ്പോർട്സ് കൌൺസിൽ സെക്രട്ടറിയാണ് ചരടുവലി നടത്തുന്നത്. ഇതിനെതിരെ കായിക കേരളത്തിന്റെ ശക്തമായ പ്രതിഷേധം ഉയർന്നു വരണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. 2000 സ്പോർട്സ് ആക്ടിൽ ചില ഭേദഗതികൾ ആവശ്യമാണെന്ന് ചടങ്ങിൽ അധ്യക്ഷത വഹിച്ച മുൻ സംസ്ഥാന സ്പോർട്സ് കൌൺസിൽ പ്രസിഡന്റ് T. ദാസൻ പറഞ്ഞു. ജില്ലാ സ്പോർട്സ് കൌൺസിൽ പ്രസിഡന്റ് KJ മത്തായി, CPI ജില്ലാ സെക്രട്ടറി TV. ബാലൻ, A. മൂസ ഹാജി, മുൻ സ്പോർട്സ് കൌൺസിൽ പ്രസിഡന്റ് K. രാംദാസ് എന്നിവർ സംസാരിച്ചു. വിവിധ കായിക സംഘടനകളെ പ്രതിനിധാനം ചെയ്ത് VM മോഹനൻ, C. ഉമ്മർ, അനിത മുകുന്ദൻ, Dr. K. അബ്ദുൾ ഗഫൂർ, VK മോഹൻദാസ്, PM മുസമ്മിൽ, KP മുഹമ്മദ് കോയ, C. ശശിധരൻ, കട്ടയാട്ട് വേണുഗോപാൽ, കോച്ച് ടോം തോമസ് തുടങ്ങിയവർ പങ്കെടുത്തു. സ്കൂളിൽ സ്മാർട്ട് ക്ലാസ് റൂം ഒരുക്കാൻ പണം സമാഹരിക്കാൻ കുട്ടിച്ചന്തയുമായി എത്തി ശ്രദ്ധേയരാവുകയാണ് മലപ്പുറം വെള്ളിമുക്ക് പാലക്കൽ VJ പള്ളി AM UP സ്കൂളിലെ വിദ്യാർത്ഥികൾ. ഗണിത പാഠപുസ്തകത്തിലെ സ്കൂളിലൊരു ചന്ത എന്ന പാഠഭാഗം അടിസ്ഥാനമാക്കിയാണ് വിദ്യാർത്ഥികൾ സ്കൂളിൽ കുട്ടിച്ചന്ത ഒരുക്കിയത്. ഇത് സ്കൂളോ ചന്തയോ എന്ന് പലതവണ നമ്മൾ ഓരോരുത്തരോടും അധ്യാപകർ ചോദിച്ചിരിക്കും. എന്നാൽ വിജ്ഞാന വ്യാപനത്തോടൊപ്പം വിപണന സാധ്യതകളുടെ ആദ്യ പാഠം കൂടി വിദ്യാർത്ഥികൾക്ക് പകർന്നു നൽകുകയാണ് VJ പള്ളി AM UP സ്കൂളിലെ അധ്യാപകർ. സ്കൂളിലൊരു സ്മാർട്ട് ക്ലാസ് റൂം എന്ന വിദ്യാർത്ഥികളുടെ സ്വപ്നത്തിന് സാക്ഷാത്കാരം നൽകാനാണ് 4ാം ക്ലാസ് ഗണിത പാഠപുസ്തകത്തിലെ സ്കൂളിലൊരു ചന്ത എന്ന പാഠഭാഗത്തെ അടിസ്ഥാനപ്പെടുത്തി സ്കൂളിൽ കുട്ടിച്ചന്ത ഒരുക്കിയത്. തികച്ചും നാടൻ ഉൽപ്പന്നങ്ങളായ ചക്ക, മാങ്ങ, ഓർക്കാപ്പുളി, രക്ഷിതാക്കളുടെ സഹായത്തോടെ നിർമ്മിച്ച വിവിധതരം അപ്പങ്ങൾ തുടങ്ങി കളിപ്പാട്ടങ്ങൾ, ഫാൻസി ഉൽപ്പന്നങ്ങൾ എന്നിവ വരെ കുട്ടിച്ചന്തയിലൂടെ വിപണിയിലെത്തിച്ചു. നിരവധി വിത്തുകളും വർക്ക് എക്സ്പീരിയൻസിന്റെ ഭാഗമായി നിർമ്മിച്ച കരകൗശല ഉൽപ്പന്നങ്ങളും വിൽപ്പനയ്ക്കായി എത്തിച്ചിരുന്നു. നാട്ടുകാരും രക്ഷിതാക്കളും PTA ഭാരവാഹികളും കുട്ടികളും ഉൾപ്പെടെ നിരവധി പേരാണ് സാധനങ്ങൾ വാങ്ങാൻ കുട്ടിച്ചന്തയിൽ എത്തിയത്. കഴിഞ്ഞ തവണ നടത്തിയ കുട്ടിച്ചന്തയിൽ നിന്നും 12,000-ഓളം രൂപ മിച്ചം ലഭിച്ചിരുന്നു. ഇത്തവണത്തെ ലാഭത്തുക കൂടി ചേർത്തുവെച്ച വരുന്ന അധ്യയന വർഷമാകുമ്പോഴേക്കും സ്മാർട്ട് ക്ലാസ് റൂം എന്ന സ്വപ്നം യാഥാർത്ഥ്യമാക്കാനുള്ള തയ്യാറെടുപ്പിലാണ് സ്കൂളിലെ അധ്യാപകരും വിദ്യാർത്ഥികളും. വാർത്തകളിൽ ഒരു ഇടവേള കൂടി. For you, forever. Apollo Gold. കോഴിക്കോട്, തിരൂർ, മഞ്ചേരി, വടകര, കണ്ണൂർ. രോഗം വന്നിട്ട് ചികിത്സിക്കുന്നതിലും നല്ലതല്ലേ രോഗം വരാതെ നോക്കുന്നത്? ഓർഗാനിക് ഫാമിൽ നിന്ന് ശേഖരിക്കുന്ന നെല്ലിക്കയാൽ തയ്യാർ ചെയ്യപ്പെടുന്ന നിവി ആംല ജ്യൂസ് ആഹാരത്തിന്റെ ഭാഗമാക്കൂ, ആരോഗ്യം സംരക്ഷിക്കൂ.
Nivi Amla Juice. Nivi Amla Juice. Many benefits in one fruit. വാർത്തകൾ തുടരുന്നു. ആക്ഷൻ കൌൺസിൽ ഓഫ് സ്റ്റേറ്റ് എംപ്ലോയീസ് ആൻഡ് ടീച്ചേഴ്സിന്റെയും അധ്യാപക സർവീസ് സംഘടനാ സമരസമിതിയുടെയും നേതൃത്വത്തിൽ ഗവൺമെന്റ് ജീവനക്കാരും അധ്യാപകരും നടത്തിവന്ന ഉപവാസ ധർണ സമാപിച്ചു. കോഴിക്കോട് സെൻട്രൽ ലൈബ്രറി പരിസരത്ത് CITU സംസ്ഥാന വൈസ് പ്രസിഡന്റ് TP രാമകൃഷ്ണൻ സമര വോളണ്ടിയർമാർക്ക് നാരങ്ങാനീര് നൽകി സമരം അവസാനിപ്പിച്ചു. ആക്ഷൻ കൌൺസിൽ ഓഫ് സ്റ്റേറ്റ് എംപ്ലോയീസ് ആൻഡ് ടീച്ചേഴ്സിന്റെയും അധ്യാപക സർവീസ് സംഘടനാ സമരസമിതിയുടെ നേതൃത്വത്തിൽ ഗവൺമെന്റ് ജീവനക്കാരും അധ്യാപകരും നടത്തിവന്ന ഉപവാസ ധർണ സമാപിച്ചു. കോഴിക്കോട് സെൻട്രൽ ലൈബ്രറി പരിസരത്ത് CITU സംസ്ഥാന വൈസ് പ്രസിഡന്റ് TP രാമകൃഷ്ണൻ സമര വോളണ്ടിയർമാർക്ക് നാരങ്ങാനീര് നൽകി. അവകാശങ്ങൾ നേടിയെടുക്കാൻ നേടിയെടുത്തവ സംരക്ഷിക്കാൻ സമരം ചെയ്ത സഖാക്കളെ നിങ്ങൾക്കായിരം അഭിവാദ്യം. 5 വർഷം തത്വം ശമ്പള പരിഷ്കരണം ഉടൻ നടപ്പിലാക്കുക, അടിസ്ഥാന ശമ്പളത്തിന്റെ 20% ഇടക്കാലാശ്വാസം അനുവദിക്കുക, 30,500 തസ്തികകൾ നിർത്തലാക്കാനുള്ള തീരുമാനം പിൻവലിക്കുക, പങ്കാളിത്ത പെൻഷൻ പദ്ധതി പിൻവലിക്കുക, അധ്യാപകർക്ക് ജോലിസ്ഥിരത ഉറപ്പുവരുത്തുക തുടങ്ങിയ മുദ്രാവാക്യങ്ങൾ ഉയർത്തിയായിരുന്നു ഉപവാസം. നിരവധി സർവീസ് ട്രേഡ് യൂണിയൻ സംഘടനകൾ അഭിവാദ്യം അർപ്പിച്ചു. CK നാണു MLA, NGO യൂണിയൻ സംസ്ഥാന പ്രസിഡന്റ് PHM ഇസ്മായിൽ, ബെഫി അഖിലേന്ത്യാ പ്രസിഡന്റ് AK രമേശ്, CITU ജില്ലാ ജനറൽ സെക്രട്ടറി T ദാസൻ, V സുരേഷ് കുമാർ, KK ബാലൻ, K ലോഹ്യ, MK രാജൻ, ജാനമ്മ കുഞ്ഞുണ്ണി, രാജേഷ്, PP മുകുന്ദൻ, KT കുഞ്ഞിക്കണ്ണൻ, EP ദാമോദരൻ, NM സണ്ണി, C അശ്വിനി ദേവ്, P സിന്ധു, വിനോദ്, CA പ്രമോദ്, K സന്തോഷ് കുമാർ, അഡ്വക്കേറ്റ് K സുകുമാരൻ, KKC പിള്ള, ജയപ്രകാശ്, PV ശിവദാസൻ, CM കേശവൻ, E പ്രേംകുമാർ, ഭാസ്കരൻ എന്നിവർ സംസാരിച്ചു. അക്ഷയ തൃതീയ ദിനത്തിൽ സ്വർണം വാങ്ങിയാൽ ഐശ്വര്യം ലഭിക്കുമെന്ന അന്ധവിശ്വാസത്തിനെതിരെ കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്ത് കൂട്ടായ്മ സംഘടിപ്പിച്ചു. കൂട്ടായ്മ മണലിൽ മോഹനൻ ഉദ്ഘാടനം ചെയ്തു. വിശ്വാസികളെ ചൂഷണം ചെയ്യുന്ന അക്ഷയ തൃതീയ പോലുള്ള തട്ടിപ്പിനെതിരെ കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്ത് പ്രതിഷേധ കൂട്ടായ്മ സംഘടിപ്പിച്ചു. സ്വർണത്തോട് കാണിക്കുന്ന ആർത്തിയും കമ്പോള തട്ടിപ്പും തുറന്നുകാട്ടി പ്രതീകാത്മകമായി സ്വർണ്ണാഭരണ വിഭൂഷിതയായ സ്ത്രീരൂപം ഒരുക്കിയായിരുന്നു പ്രതിഷേധം. അന്ധവിശ്വാസം പ്രചരിപ്പിക്കുന്ന മിഡ് ബ്രെയിൽ ആക്ടിവേഷൻ കോഴ്സ്, അക്ഷയ തൃതീയ തുടങ്ങിയ തട്ടിപ്പുകൾക്കെതിരെ ജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്ന് കൂട്ടായ്മ അഭിപ്രായപ്പെട്ടു. LIC കോർണറിൽ പരിഷത്ത് കേന്ദ്ര നിർവാഹക സമിതി അംഗം മണലിൽ മോഹനൻ ഉദ്ഘാടനം ചെയ്തു. ജില്ലാ പ്രസിഡന്റ് K പ്രഭാകരൻ, പ്രൊഫസർ K ശ്രീധരൻ എന്നിവർ സംസാരിച്ചു. ജില്ലാ സെക്രട്ടറി P വിജയൻ സ്വാഗതം പറഞ്ഞു. മത്സ്യമേഖലയെ സംരക്ഷിക്കണമെന്നാവശ്യപ്പെട്ട് നടത്തിയ സമര സന്ദേശയാത്രയ്ക്ക് ബേപ്പൂരിൽ സ്വീകരണം നൽകി. കേരള ഫിഷ് മർച്ചന്റ്സ് ആൻഡ് കമ്മീഷൻ ഏജന്റ്സ് അസോസിയേഷൻ നടത്തിയ സമര സന്ദേശയാത്രയുടെ കോഴിക്കോട് ജില്ലയിലെ പര്യടനവും സമാപിച്ചു. സ്വീകരണവും സമാപന യോഗവും എളമരം കരീം MLA ഉദ്ഘാടനം ചെയ്തു. മത്സ്യമേഖലയെ സംരക്ഷിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് ഓൾ കേരള ഫിഷ് മർച്ചന്റ് ആൻഡ് കമ്മീഷൻ ഏജന്റ്സ് അസോസിയേഷൻ സംസ്ഥാന പ്രസിഡന്റ് KPMK കുഞ്ഞി നയിക്കുന്ന സമര സന്ദേശയാത്രയുടെ ജില്ലയിലെ പര്യടനം സമാപിച്ചു. സ്വീകരണ സമാപനം ബേപ്പൂരിൽ എളമരം കരീം MLA ഉദ്ഘാടനം ചെയ്തു. ഫിഷിംഗ് ഹാർബറുമായി ബന്ധപ്പെട്ട് ഉപജീവനം കഴിക്കുന്ന മറ്റു കച്ചവടക്കാർ ഇങ്ങനൊരു വലിയ സമൂഹമുണ്ട്. അവരുടെയൊക്കെ പ്രതിനിധികളോട് ഈ റിപ്പോർട്ട് എന്തൊക്കെയായിരിക്കും പ്രതികരണം എന്ന് പ്രതികരണം അവരോട് ചർച്ച ചെയ്ത് നടപ്പാക്കേണ്ട ഉത്തരവാദിത്വം ഈ ഗവൺമെന്റിൽ ഉണ്ടായിരുന്നു. അസോസിയേഷൻ ജില്ലാ വൈസ് പ്രസിഡന്റ് M ബഷീർ അധ്യക്ഷനായിരുന്നു. ജില്ലാ പ്രസിഡന്റ് M ഷാഫി, യൂണിറ്റ് പ്രസിഡന്റ് P ജാബിർ, STU സംസ്ഥാന സെക്രട്ടറി N മുഹമ്മദ് നദീർ, കൌൺസിലർ T ഹസൻ, TK അബ്ദുൽ ഗഫൂർ, VK ജബ്ബാർ, അബ്ബാസ് മേലാത്ത്, M തമ്പിരാജ്, KP റിയാസ് ഹാജി, കരിച്ചാലി പ്രേമൻ, P സുഭാഷ്, V മനാഫ്, C മൊയ്തീൻ കോയ എന്നിവർ സംസാരിച്ചു. ഇനി ബിസിനസ് വാർത്തകൾ. സ്വർണ്ണാഭരണങ്ങളുടെ അതുല്യ ഡിസൈനുകളും അമൂല്യ ശേഖരവുമായി സ്വർണ്ണ വർഷയ്ക്ക് അപ്പോളോ ഗോൾഡ് ഷോറൂമുകളിൽ തുടക്കമായി. വിവാഹ പാർട്ടികൾക്കായി ആകർഷകമായ ഓഫറുകളാണ് സ്വർണ്ണവർഷയിൽ നൽകുന്നത്. പരമ്പരാഗത കേരളീയ ആഭരണങ്ങളും മറ്റ് ഡിസൈനർ ആഭരണങ്ങളും സ്വർണ്ണവർഷയിൽ അണിനിരത്തിയിരിക്കുന്നു. പുതിയ വിവാഹ സീസണിലെ ഏറ്റവും ആകർഷകമായ ഓഫറുകളുമായി അപ്പോളോ ഗോൾഡ് സ്വർണ്ണവർഷ 2015 ആരംഭിച്ചു. അപ്പോളോ ഗോൾഡിന്റെ എല്ലാ ഷോറൂമുകളിലും ഈ പദ്ധതിയുടെ ആനുകൂല്യങ്ങൾ ലഭിക്കും. വിവാഹത്തിനാവശ്യമായ സ്വർണ്ണാഭരണം വാങ്ങുന്നവർക്ക് ഏറെ വെല്ലുവിളിയാകുന്ന പണിക്കൂലിയിൽ വമ്പിച്ച ഇളവുകളാണ് അപ്പോളോ ഗോൾഡ് സ്വർണ്ണവർഷ നൽകുന്നത്. വിവാഹത്തിനാവശ്യമായ ആഭരണങ്ങൾ 3.75% പണിക്കൂലി മുതൽ ലഭിക്കുമെന്നത് സ്വർണ്ണവർഷ 2015 വേറിട്ടതാക്കുന്നുവെന്ന് അപ്പോളോ ഗ്രൂപ്പ് ഓഫ് കമ്പനീസ് ജനറൽ മാനേജർ സുരേഷ് പത്മനാഭൻ പറയുന്നു. ഏറ്റവും മിതമായ പണിക്കൂലിയിൽ മികച്ച ആഭരണങ്ങൾ നൽകാൻ പറ്റുമെന്നൊരു കോൺഫിഡൻസ് ഞങ്ങൾക്കുണ്ട്. മാത്രമല്ല ഇത്രയും കാലം ഞങ്ങൾക്ക് പിന്തുണയായ ഉപഭോക്താക്കൾ
ഈ അവസരത്തിൽ ഞങ്ങളെ സഹായിക്കുമെന്ന് അല്ലെങ്കിൽ ഞങ്ങളെ മനസ്സിലാക്കുമെന്ന് വിശ്വസിക്കുന്നു. കേവലം 3.25% മുതൽക്ക്, അത് ഞാൻ ഒന്നുകൂടി പറയുകയാണ്, 3.25% മുതൽക്ക് വിവാഹത്തിനാവശ്യമായ ആഭരണങ്ങളെല്ലാം ഈ പദ്ധതിയിലൂടെ ഞങ്ങളുടെ പ്രിയപ്പെട്ട ഉപഭോക്താക്കൾക്ക് തിരഞ്ഞെടുക്കാനാവും. മാത്രമല്ല, മുമ്പ് നിങ്ങൾക്ക് നൽകിയിട്ടുള്ള എല്ലാ ആനുകൂല്യങ്ങൾക്കും ഈ പദ്ധതിയിലും തുറന്നു ലഭ്യമാകുമെന്ന് പറയുന്നതിൽ വളരെയധികം ചാരിതാർത്ഥ്യമുണ്ട്. നൽകുന്ന വാഗ്ദാനങ്ങൾ പാലിക്കുന്ന അപ്പോളോ ഗോൾഡ് പാരമ്പര്യം സ്വർണ്ണവർഷ 2015 വിശ്വാസ്യത വർദ്ധിപ്പിക്കുന്നു. രക്ഷിതാക്കൾക്കൊപ്പം വധുവിനും ഈ പദ്ധതി ആഹ്ലാദമാകും എന്നത് സ്വർണ്ണവർഷ 2015 ഇരട്ടിമധുരം സമ്മാനിക്കും. വധുവിന് തന്റെ മനസ്സിനിണങ്ങിയ എല്ലാ ആഭരണങ്ങൾ ലഭിക്കുന്നതും രക്ഷിതാക്കൾക്ക് പണിക്കൂലിയിൽ വലിയ കുറവ് ലഭിക്കുന്നതുമാണ് സ്വർണ്ണവർഷ 2015 മുഖമുദ്ര. അഡ്വാൻസ് ബുക്കിംഗ് സൌകര്യവും സ്വർണ്ണാഭരണങ്ങൾക്ക് ആജീവനാന്ത വിൽപ്പനാനന്തര സേവനങ്ങളും സ്വർണ്ണവർഷ 2015 ഉപഭോക്താക്കൾക്കായി ഒരുക്കിയിട്ടുണ്ട്. റെസിഡൻസ് അസോസിയേഷൻ വിശേഷങ്ങളിലേക്ക്. അരക്കിണർ ചാക്കേരിക്കാട് പറമ്പ് മികവ് റെസിഡൻസ് അസോസിയേഷന്റെ 1ാം വാർഷികം വൈവിധ്യമാർന്ന സാംസ്കാരിക പരിപാടികളോടെ നടന്നു. ബേപ്പൂർ സബ് ഇൻസ്പെക്ടർ AP ജയകുമാർ ഉദ്ഘാടനം ചെയ്തു. പ്രമോദ് മണ്ണടത്ത് അധ്യക്ഷനായിരുന്നു. വാർഡ് കൌൺസിലർ KK സൈഫുന്നീസ മുഖ്യാതിഥിയായി പങ്കെടുത്തു. M രാജേന്ദ്രൻ, VT വാസുദേവൻ എന്നിവരെ കൌൺസിലർ KK സൈഫുന്നീസ പൊന്നാട അണിയിച്ചു. K മുസ്ദിഖ്, ഷിഹാബുദ്ദീൻ എന്നിവർ ചടങ്ങിൽ സംസാരിച്ചു. തുടർന്ന് വിവിധ കലാപരിപാടികളും അരങ്ങേറി. വാർത്തകൾ ചുരുക്കത്തിൽ. കഴിഞ്ഞ ദിവസം വൈകിട്ട് 5 മണിയോടെ പെയ്ത മഴയ്ക്കിടെ മരം പൊട്ടി വീണ് വീട് തകർന്നു. നടുവട്ടം അയ്യാമടം പറമ്പ് മഠത്തിൽ ബാലകൃഷ്ണന്റെ വീടിന്റെ മേൽക്കൂരയാണ് കാറ്റിൽ പ്ലാവ് മുറിഞ്ഞു വീണ് ഭാഗികമായി തകർന്നത്. വീടിന്റെ പിൻഭാഗത്തെ കഴുക്കോലും ഓടുകളും തകർന്നിട്ടുണ്ട്. വില്ലേജ് അധികൃതരെ സംഭവം അറിയിച്ചു. ചെറുകിട ക്വാറിക്കാർ, നിർമ്മാണ മേഖല, ടിപ്പർ ലോറികൾ, മറ്റ് അടിസ്ഥാന വികസന മേഖലകളിൽ പ്രവർത്തിക്കുന്ന ചെറുകിടക്കാർ എന്നിവർ നേരിടുന്ന പ്രശ്നങ്ങൾ ചർച്ച ചെയ്യുകയും സർക്കാരിന്റെ ശ്രദ്ധയിൽ കൊണ്ടുവന്ന് പരിഹാരമുണ്ടാക്കുന്നതിനു വേണ്ടി ഈ മേഖലകളിൽ പ്രവർത്തിക്കുന്ന സംഘടനകളുടെ കൂട്ടായ്മ രൂപീകരിച്ചു. ഏകോപന സമിതിയുടെ വിപുലമായ സംസ്ഥാന കൺവെൻഷൻ ഏപ്രിൽ 24 ഉച്ചയ്ക്ക് 2 മണിക്ക് കോഴിക്കോട് ടാഗോർ സെന്റിനറി ഹാളിൽ നടക്കുമെന്ന് സാരഥികൾ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. കേന്ദ്ര സർക്കാർ ജീവനക്കാർക്ക് നൽകുന്ന മിനിമം പെൻഷൻ DAയും ചേർത്ത് EPF പെൻഷൻകാർക്ക് നൽകാൻ നടപടി വേണമെന്ന് പ്രൊവിഡന്റ് ഫണ്ട് പെൻഷനേഴ്സ് ഫെഡറേഷൻ വാർത്താസമ്മേളനത്തിൽ ആവശ്യപ്പെട്ടു. കഴിഞ്ഞ 20 വർഷത്തിലധികമായി EPF പെൻഷൻകാരുടെ കാര്യത്തിൽ ഒരു നടപടിയും ഉണ്ടായിട്ടില്ല എന്നും അവർ കുറ്റപ്പെടുത്തി. പ്രശ്നത്തിന് പരിഹാരമായില്ലെങ്കിൽ വരുന്ന പൊതു തെരഞ്ഞെടുപ്പ് ബഹിഷ്കരിക്കുമെന്നും EPF പെൻഷനേഴ്സ് പറഞ്ഞു. സംസ്ഥാന മനുഷ്യാവകാശ സംരക്ഷണ കേന്ദ്രം എന്ന സംഘടന കഴിഞ്ഞ 8 വർഷക്കാലമായി കോഴിക്കോട് ജില്ലയിൽ പ്രവർത്തിച്ചു വരുന്നു. സംഘടനയുടെ ആഭിമുഖ്യത്തിൽ ഏപ്രിൽ 26 ഞായറാഴ്ച കോഴിക്കോട് ടൗൺ ഹാളിൽ ജില്ലാ മനുഷ്യാവകാശ സമ്മേളനം നടക്കും. 26 രാവിലെ 10 മണിക്ക് നടക്കുന്ന മനുഷ്യാവകാശ സമ്മേളനം മന്ത്രി KP മോഹനൻ ഉദ്ഘാടനം ചെയ്യും. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഞങ്ങളുടെ വെബ്സൈറ്റ് സന്ദർശിക്കുക. വിലാസം www.jillavartakal.com. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. മുഖ്യമന്ത്രിയുടെ ജനസമ്പർക്ക പരിപാടി തട്ടിപ്പാണെന്ന് BJP സംസ്ഥാന ജനറൽ സെക്രട്ടറി K സുരേന്ദ്രൻ. കേരള ചരിത്രത്തിൽ ആദ്യമായാണ് FIRൽ പേരുള്ള മന്ത്രി തൽസ്ഥാനത്ത് തുടരുന്നതെന്ന് എളമരം കരീം MLA. മന്ത്രി KM മാണി രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് LDF നേതൃത്വത്തിൽ കളക്ടറേറ്റ് ഉപരോധം. ലോക ഭൌമദിനം, വിവിധ സംഘടനകളുടെ ആഭിമുഖ്യത്തിൽ ഭൌമദിനാചരണം നടത്തി. ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം. ജില്ലാ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് അപ്പോളോ ഗോൾഡ്, കോഴിക്കോട്, തിരൂർ, മഞ്ചേരി, വടകര, കണ്ണൂർ. Malabar Gold and Diamonds. Celebrate the beauty of life.